അങ്ങനെ സുഹൈബ് ബിൻ സിനാൻ റളിയല്ലാഹു അൻഹു ഹിജ്റയ്ക്ക് വേണ്ടി ഒരുങ്ങിയപ്പോൾ ഖുറൈശികൾ പ്രശ്നം ഉണ്ടാക്കി. കുറേ ആൾക്കാർ പോയിട്ടുണ്ട്, അത്ര പ്രശ്നമല്ല. കാരണം സുഹൈബ് പോയാൽ പൈസ മൊത്തം പോകും, മൂപ്പരത്താണ് പൈസ. അവസാനം മധ്യസ്ഥത വഹിച്ചു. മധ്യസ്ഥത എങ്ങനെയായിരുന്നു? പോണെങ്കിൽ പോകാം, പക്ഷേ സമ്പത്ത് മുഴുവൻ ഇവിടെ ഇട്ടേച്ചു കൊണ്ട് പോകണം എന്ന് മദ്യം പറയേണ്ട താമസം സുഹൈബ് ബിൻ സിനാൻ പറഞ്ഞു, ഇതടക്കണം നിങ്ങളെ പൈസ, ഞാൻ പോവുകയാണ് പോയി. സുഹൈബ് റളിയല്ലാഹു അൻഹു ഹിജ്റ വരുന്നുണ്ടെന്നറിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ സ്വീകരിക്കാൻ മദീനത്തെ പള്ളിയിൽ സ്വഹാബത്തിനെയും കൂട്ടി കാത്തിരുന്നു. സുഹൈബ് റളിയല്ലാഹു അൻഹു വന്നപ്പോൾ നബി തങ്ങൾ എഴുന്നേറ്റ് നിന്ന് അണഞ്ഞുകൂട്ടി പിടിച്ചുകൊണ്ട് പറഞ്ഞു, ലാഭക്കാരൻ വരുന്നുണ്ട്, ലാഭക്കാരൻ വരുന്നുണ്ട്, ലാഭക്കാരൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. ഫക്കീറായിട്ട് വരുന്നതേ, ഒറ്റ പൈസ ഇല്ല, കാൽ ചായക്ക് പൈസ ഇല്ലാതെ വരുന്നേ. മുത്തുനബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ജാഅറാബിഹു, ലാഭക്കാരൻ വരുന്നുണ്ട് എന്ന്. ഇതാണ് ഹിജ്റ എന്ന് പറഞ്ഞ സംഭവം. അതിപ്പോൾ എന്താ മദീനത്തേക്കാണ് പോയാലെന്ന് ചിലപ്പോൾ നമുക്ക് തോന്നും, അതിപ്പോൾ ബസ്സിലാണ് കയറിയാൽ 12 മണിക്കൂറോണ്ട് എത്തുമല്ലോ. അതല്ല ഹിജ്റ. ഈ സുഹൈബ് റളിയല്ലാഹു എന്നിട്ട് കേൾക്കണോ, നമുക്ക് കേൾക്കണോ? സുഹൈബ് റളിയല്ലാഹു അൻഹു വന്നപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, സുഹൈബിൻ്റെ കാര്യത്തിൽ ഇന്നലെ രാത്രി ജിബ്രീൽ അലൈഹിസ്സലാം വന്നിരുന്നു. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിലെ 207-ാമത്തെ ആയത്ത്, എനിക്ക് ഇന്നലെ രാത്രി സുഹൈബിൻ്റെ കാര്യത്തിൽ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം ഓതി തന്നിട്ടുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട മുത്തുനബിയുടെ കാലം കഴിഞ്ഞു, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലം കഴിഞ്ഞു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലം വന്നു. ഉമർ റളിയല്ലാഹു അൻഹു ഒരു മജൂസിയായ മനുഷ്യൻ്റെ കുത്തേറ്റുകൊണ്ട് മരണപ്പെട്ടു. നിസ്കരിക്കുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുത്തിക്കൊല്ലാണല്ലോ, കുത്തി. ഉമർ റളിയല്ലാഹു അൻഹുവിന് കുത്തേറ്റ് വീണ് കിടന്നു. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോൾ ആരാണ് ഉമർ ഖത്താബിൻ്റെ മയ്യത്ത് നിസ്കരിക്കുക എന്ന ചർച്ച നടന്നു. സഹാബത്ത് ഒന്നടങ്കം പറഞ്ഞു, മയ്യത്ത് നിസ്കരിക്കാൻ ഇന്ന് ജീവിച്ചിരിപ്പുള്ളവരിൽ ഏറ്റവും യോഗ്യനായത് സുഹൈബ് ബിൻ സിനാനാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മയ്യത്ത് നിസ്കാരത്തിന് നേതൃത്വം കൊടുത്തത് ഈ സുഹൈബ് ബിൻ സിനാനാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ പുന്നാര മകനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ജീവിച്ചിരിപ്പുണ്ട്. അവകാശം മക്കൾക്ക് തന്നെ അണിച്ചിട്ട് പോലെ നിസ്കരിച്ചോണം നിർബന്ധമൊന്നുമില്ല. കഴിഞ്ഞ വെള്ളിയാഴ്ച പ്രസംഗിച്ചപ്പോൾ ഞാൻ പറയണ്ടായി, അവകാശം മക്കൾക്കാണ് എന്ന് എഴുതിയിട്ട് രണ്ടാമത്തെ തക്ബീർ ഇട്ടിട്ട് ഇങ്ങനെ ഇനിയിപ്പോൾ എന്താ കാട്ടുന്ന അന്തം വിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല. ആ പള്ളിക്കത്തെ മുതലേ ഏൽപ്പിച്ചാൽ മതി, കുഴപ്പമൊന്നുമില്ല. അത് അവകാശം മക്കൾക്ക് തന്നെയാണ്, അതിൽ തർക്കമൊന്നുമില്ല. അത് കരുതിയിട്ട് ഇടങ്ങേറാവൊന്നും വേണ്ടല്ലോ സംഗതി. ഉമർ റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉമർ ഹയാത്തിലുണ്ട്. ആരാ അബ്ദുല്ലാഹി ഇബ്നു ഉമർ? മുത്തബിഉസ്സുന്ന എന്ന പേരിൽ അറിയപ്പെട്ട ആളാണ് സയ്യിദുനാ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഇത്തിബായിൽ ചരിത്രത്തിൽ ഏറ്റവും അറിയപ്പെട്ട മനുഷ്യൻ അതാണ് സയ്യിദുനാ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. ആ അബ്ദുല്ലാഹി ഇബ്നു ഉമർ ജീവിച്ചിരിക്കെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ജനാസ സംസ്കാരത്തിന് നേതൃത്വം കൊടുത്തത് സുഹൈബ് ബിൻ സിനാനാണ്. മഹാനവറുകൾ മുഹാജിറാണ്. ഈ ഹിജ്റ നൽകുന്ന ഒരു സന്ദേശമുണ്ട്. അൽ മുഹാജിറു മൻ സാറകൽ ഹാജർ. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുഹാജിർ എന്നാൽ ഹാജറിനെ പോലെ ആയവനാകുന്നു. ഹാജർ എന്ന് പറഞ്ഞാൽ ഇസ്മായിൽ അലൈഹിസ്സലാമിൻ്റെ ഭാര്യയായ സയ്യിദത്തുനാ ഹാജറ റളിയല്ലാഹു അൻഹ. ഹാജർ എന്നാണ് ഒറിജിനൽ പേര്. നമ്മൾ പിന്നെ എല്ലാ സാധനവും ഒന്ന് മലയാളമാക്കിയിട്ടാണ് പറയുക. അപ്പം ഹാജറ എന്നായതാണ്. ഒറിജിനൽ ഹാജർ എന്നാണ്. ഹാജറ എന്ന് പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല. നമ്മളങ്ങനെ എല്ലാ സംഗതിയും ഒന്ന് ലേശം ഒരു മലയാളമാക്കിയിട്ട് തന്നെ പറയുള്ളൂ. എന്തായാലും ഹാജറ ബീവി റളിയല്ലാഹു അൻഹ മുസ്തഫായ സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ സഹധർമ്മിണിയാണ്. ഹാജറ ബീവിയെ പോലെ ആയവനാണ് മുഹാജിർ എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് ഹാജറ ബീവി? അതാണ് നോക്കണ്ടേ. ഹാജറ ഹിജ്റ എന്നില്ല. ഹിജ്റ മക്കം ഫത്തഹിന് ശേഷം ഹിജ്റ ഇല്ല.
പക്ഷേ ഹാജറിനെ പോലെ ആകൽ ഇന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാകേണ്ട നീ പറയണേ. ഹിജ്റ മക്കം ഫത്തഹിന് ശേഷം ഇല്ല, പക്ഷെ മുഹാജിറിനെ പോലെ ആകൽ ഇന്നുണ്ട്. അതെങ്ങനെ ആകുക? അൽ മുഹാജിറു മൻ സാറ കൽ ഹാജർ, ഹാജറിനെ പോലെ ആയവനാണ് മുഹാജിർ. എന്താണ് ഈ ഹാജറിനെ പോലെ ആവുക? ഇബ്രാഹിം നബി അലൈഹിസ്സലാം മകനായ ഇസ്മായിൽ അലൈഹിസ്സലാമിനെ ഹാജറ ബീവി റളിയല്ലാഹു അൻഹയെയും മക്കയിൽ കൊണ്ടു ചെന്ന് താമസിപ്പിച്ചു. ഒരു മരത്തിൻ്റെ താഴ്ഭാഗത്ത് ചെറിയൊരു കൂടാരമുണ്ടാക്കി അതിൽ മകനെ ആക്കി ഭാര്യയെയുമാക്കി. ഒരു തോൽപാത്രത്തിൽ വെള്ളം ഉണ്ടായിരുന്നു, അത് വെച്ചു കൊടുത്തു. മറ്റൊരു പാത്രത്തിൽ കാരക്കയുണ്ടായിരുന്നു, അതും വെച്ചു കൊടുത്തു. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം തിരിഞ്ഞു നടന്നപ്പോൾ ഹാജറ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു, അല്ല മനുഷ്യ, എവിടുക്കപ്പോൾ നിങ്ങളീ പോണത്? നമ്മളെ നാടൻ മലയാളത്തിലാട്ടോ ഈ പറയണേ. ഇങ്ങനെ മലയാളത്തിൽ ഇപ്പോൾ ഏതായാലും ചോദിച്ചിട്ടുണ്ടാവില്ല എന്ന് ഉറപ്പാണല്ലോ. ആ ചോദ്യത്തെ മലയാളത്തിലാക്കിയാലും ഇങ്ങനെയാണ്, അല്ല മനുഷ്യ, എവിടുക്ക നിങ്ങൾ പോണത്? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം തിരിഞ്ഞു നോക്കിയില്ല, കാരണം മറുപടിയില്ല. എന്താ പറയാ, മറുപടി ഇല്ലല്ലോ. രണ്ടാമതും ചോദിച്ചു, എവിടുക്ക നിങ്ങൾ പോണത്? അപ്പോഴും തിരിഞ്ഞു നോക്കിയില്ല, കാരണം മറുപടിയില്ല. മൂന്നാമത് ചോദിച്ചപ്പോൾ ഒരു ക്ലൂ കൊടുത്തു ചോദിച്ചു, മറുപടിയിലേക്കുള്ളൊരു ക്ലൂ. അങ്ങനെ ഉണ്ടല്ലോ, ഈ കുട്ടികൾ പരീക്ഷ എഴുതുമ്പോൾ ചോദ്യം വായിക്കാൻ കിട്ടിയാലും ഉസ്താദ് എന്താന്ന് ചോദിക്കും. അതെന്താ വെച്ചാൽ ഒരു ക്ലൂ കിട്ടാനാണ്. അങ്ങനെ ചോദിച്ചു. അങ്ങനെ ശരിക്കും പരീക്ഷൻ്റെ നിയമത്തിൽ ചോദ്യപേപ്പർ വായിച്ചു കൊടുക്കലില്ല എന്നാണ്. ഒരു പരീക്ഷയ്ക്കും എന്തില്ല, ചോദ്യപേപ്പർ വായിച്ചു കൊടുക്കൽ. അപ്പോൾ അതുകൊണ്ട് ചോദ്യപേപ്പർ വായിക്കാൻ കിട്ടായിട്ടല്ല കുട്ടികൾ ചോദിക്കുന്നത്, പിന്നെ ക്ലൂ, എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടുക വെച്ചിട്ടാണ്. അപ്പോൾ ഹാജറ ബീവി റളിയല്ലാഹു അൻഹ മൂന്നാമത് ചോദിച്ചപ്പോൾ ക്ലൂ കൊടുത്തു. എങ്ങനെ കൊടുത്തത്? അല്ലാഹു അമറക ബിഹാദാ എന്നാണ് മൂന്നാമത് ചോദിച്ചത്. അള്ളാ പറഞ്ഞിട്ടാണോ ഞങ്ങളവിടെ ആക്കണത്? അപ്പോൾ ക്ലൂ കിട്ടി. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, നാം, അതെ, അള്ളാ പറഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഇതല്ല യുളയ്യുനല്ലാഹ്, എന്നാൽ അള്ളാഹു ഞങ്ങളെ വെറുതെയാക്കുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പോയി. തോൽപാത്രത്തിലുണ്ടായിരുന്ന വെള്ളം തീർന്നു, പാത്രത്തിലുണ്ടായിരുന്ന കാരക്കയും തീർന്നു. കാരക്കയും വെള്ളവും തീർന്നതിനാൽ മുലയിലെ പാലും തീർന്നു. കുട്ടി കരയാൻ തുടങ്ങി. ഹാജറ ബീവി റളിയല്ലാഹു അൻഹ സഫായുടെയും മറുവയുടെയും ഇടയിൽ ഒരിറ്റ് വെള്ളം അന്വേഷിച്ചു കൊണ്ടിങ്ങനെ നടന്നു. സഫാ കുന്നിൻ മുകളിലേക്ക് ഒരാളുടെ ഉയരത്തിൽ കയറി തിരിഞ്ഞു നോക്കുമ്പോൾ കുട്ടിയുടെ അടുത്തേക്ക് ചെന്നായ ഓടി വരുന്നത് കണ്ടു. സഫയിൽ നിന്ന് ഇറങ്ങി വന്ന് ചെന്നായെ ആട്ടി മറുവയിലേക്ക് പോയി. മറുവയിൽ ഒരാളുടെ ഉയരത്തിൽ കയറി തിരിഞ്ഞു നോക്കുമ്പോൾ കുട്ടിയുടെ അടുത്തേക്ക് വീണ്ടും ചെന്നായ വരുന്നു. ഇറങ്ങി വന്ന് ചെന്നായെ ഓടിച്ച് സഫയിലേക്ക് വീണ്ടും പോയി. നിങ്ങൾ ആലോചിച്ച് നോക്കി, ശരിക്കും എന്താ വേണ്ടത്? ആ കുട്ടീനെടുത്തുങ്ങാണ്ട് തോളിലിട്ടിട്ട് പോവുകയാണ് വേണ്ടത്. വെള്ളത്തിനാണ് പോണത്. വെള്ളത്തിന് പോകുമ്പോൾ ശരിക്കും എന്താ വേണ്ടത്? ഈ ചെന്നായ വരുന്നിടത്ത് കുട്ടിനാക്കിയാണ് പോകാൻ പാടില്ലല്ലോ. എന്താ നിങ്ങൾ മനസ്സിലാകാത്ത മാതിരി ഇരിക്കണേ? കുട്ടിനെടുത്താണ്ട് തോളിലിട്ട്, ഇസ്മായിൽ ഏറ്റിയ പൊന്താത്തന്നല്ലല്ലോ, തോളിലിട്ടുങ്ങാണ്ട് പോവുക വേണ്ടത്. പക്ഷേ എടുക്കണില്ല, അവിടെ വെച്ചു. എന്നിട്ട് വെള്ളം എന്തുകൊണ്ട്? ഞങ്ങളെ ഇവിടെയാക്കാൻ അള്ളാഹു പറഞ്ഞിരുന്നോ എന്നത് ചോദിച്ചിരുന്നു. അതാണ് കാരണം. അപ്പോൾ അതേ എന്ന് മറുപടി ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് എടുക്കാത്തത്. അതുകൊണ്ട് എടുത്തില്ല. സഫയിലേക്ക് പോയി, മറുവയിലേക്ക് പോയി, സഫയിലേക്ക് പോയി, മറുവയിലേക്ക് പോയി. 7 പ്രാവശ്യം പോയി. 7ാം പ്രാവശ്യം കുട്ടി കാലിട്ടടിച്ച ഭാഗത്ത് സയ്യിദുനാ ജിബ്രായീൽ അലൈഹിസ്സലാം വന്ന് തൻ്റെ ചിറക് കൊണ്ടെന്ന് അടയാളപ്പെടുത്തിയപ്പോൾ അതിൽ നിന്ന് വെള്ളം ഒട്ടിയൊഴുകാൻ തുടങ്ങി. സംസം വെള്ളം. നമ്മളെ നാട്ടിൽ നിന്ന് ഹജ്ജിന് പോയാൽ, ഉംറക്ക് പോയാൽ 5 ലിറ്റർ ഫ്രീ ആയിട്ട് കൊണ്ടുവരാം. പോരായിട്ട് ലഗേജിൻ്റെ ഉള്ളിൽ തുണി ചുറ്റി വെച്ചിട്ട് വേറെയും കൊണ്ടുവരും. അതിൻ്റെ പിന്നിലുള്ളത് ഒരു ഉമ്മയും ഒരു കുട്ടിയുമാണ്. ഈ സംസമിൻ്റെ ബാക്കിലുള്ളത് ഒരു ഉമ്മയും ഒരു കുട്ടിയാണ്.
എന്താണ് ആ അമ്മാൻ്റെയും കുട്ടീൻ്റെയും പ്രത്യേകത എന്ന് പരിശോധിച്ചാൽ ഇന്ന് എനിക്ക് നിശ്ചയിക്കപ്പെട്ട വിഷയം വളരെ കൃത്യമായിട്ടാണ് മനസ്സിലാവും. അതാണ് ഈ വെള്ളത്തിൻ്റെ മാഉ സംസം ലിമാ ശുരിബ ലഹു ഹബീബുനാ റസൂലുള്ളാഹി. സംസം വെള്ളം എന്തിനെല്ലാം കുടിച്ചോ അതിനെല്ലാം പറ്റുമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്തിനു കുടിച്ചോ അതിനൊക്കെ പറ്റുന്നതാണ്. മാഉ സംസം ലിമാ ശുരിബ ലഹു. ദണ്ണം മാറാൻ മാത്രമല്ല, പെരപ്പണി തീരാനും പറ്റും സംസം കുടിച്ചാൽ. കാരണം അങ്ങനെയുള്ള ഹദീസിലുള്ളത് മാഉ സംസം ലിമാ ശുരിബ ലഹു. സംസം വെള്ളം എന്തിനു കുടിച്ചോ അതിന് പറ്റും. പെരപ്പണി തീരാൻ സംസം കുടിച്ചാൽ മതി, കടം വീടാൻ സംസം കുടിച്ചാൽ മതി, കച്ചവടത്തിൽ ബർക്കത്തുണ്ടാവാൻ സംസം കുടിച്ചാൽ മതി, ജോലി ശരിയാവാൻ സംസം കുടിച്ചാൽ മതി, തള്ളാമ്പരലിൻ്റെ നഖം പോയേന് സംസം കുടിച്ചാൽ മതി, ക്യാൻസർ മാറാനും സംസം കുടിച്ചാൽ മതി. അങ്ങനെയാണ് ഹദീസ്. അതിൻ്റെ ബാക്കിൽ ഒരു ഉമ്മയും ഒരു കുട്ടിയും ഒരു വാപ്പി ഉണ്ട് കേട്ടോ. അതിലേക്ക് ഞാൻ വരാം. ഒരു വാപ്പി ഉണ്ട്, അതിക്ക് വരുന്നുണ്ട്. അതിന് മുമ്പ് ഒരു ഉമ്മ ഒരു കുട്ടിയാണ്. എന്താണ് ആ ഉമ്മയുടെയും കുട്ടിയുടെയും പ്രത്യേകത? ഒരു ഉമ്മ തൻ്റെ കുട്ടിയെ അള്ളാഹുവിന് അർപ്പിച്ചു. ഇവിടെ വെക്കാൻ വേണ്ടി അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കുട്ടിനെ ഇവിടെ വെക്കാൻ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് അവിടെ വെച്ചു. ഒരു ഉമ്മ തൻ്റെ കുട്ടിക്ക് വേണ്ടി ഒരു തുള്ളി വെള്ളം ആഗ്രഹിച്ചതാണ് സെക്കൻഡിൽ 6000 ലിറ്റർ പമ്പ് ചെയ്യുന്ന സംസം കിണർ. ഈ കഴിഞ്ഞ ഹജ്ജിനല്ല, ഇതിൻ്റെ മുമ്പത്തെ ഹജ്ജ് സീസണിൽ പത്രത്തിൽ വന്നിരുന്നു സംസമിനെ കുറിച്ച്. ഒരു സെക്കൻഡിൽ 6000 ലിറ്ററാണ്. 1.5 HP മോട്ടർ വെച്ചാൽ നമ്മളെ കിണർ പറ്റും. നമ്മളെ കിണർ 1.5 HP മോട്ടർ വെച്ചാൽ പറ്റും. 6000 ലിറ്റർ ഒരു സെക്കൻഡിൽ പമ്പ് ചെയ്യുന്നതാണ് സംസം കിണർ. ഒരു ഉമ്മ തൻ്റെ കുട്ടിക്ക് വേണ്ടി ഒരു തുള്ളി വെള്ളം ആഗ്രഹിച്ചതാണ് അതിൻ്റെ പിന്നിലെ രഹസ്യം. ചരിത്രം പരിശോധിച്ചാൽ ഉമ്മമാരുടെ ആഗ്രഹമാണ് കുട്ടികൾ എന്ന് പറയുന്നത്. ചരിത്രമൊക്കെ പരിശോധിച്ചു. സയ്യിദുനാ മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബുഖാരി റളിയല്ലാഹു അൻഹു ജന്മനാ കണ്ണ് കാണാത്തയാളായിരുന്നു. ഇമാം ബുഖാരി ജന്മനാ കണ്ണ് കാണാത്ത ആളാണ്. ഉമ്മ ദുആ ചെയ്ത് കണ്ണിന് കാഴ്ച തിരിച്ചു കിട്ടിയിട്ട് 4000 ഉസ്താദുമാരെ നേരിൽ കണ്ട് ഇൽമ പഠിച്ചു. മഹാനായ സയ്യിദുനാ മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ ബുഖാരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവർകൾ 4000 ഉസ്താദുമാർ കേട്ടോ. നമുക്ക് 4 ഉസ്താദുമാർ മര്യാദക്ക് ഉണ്ടാവില്ല. 4000 പോയിട്ട് 4 നേരങ്ങത്തിലില്ല. ഉള്ളവരൊക്കെ ഓർമ്മയുണ്ടാവില്ല. അങ്ങനെയാണ്, ഓർമ്മ ഉണ്ടാവില്ല. നാളെ ഞാൻ ചോദിച്ചു എൻ്റെ 1ാം ക്ലാസ്സിലെ ഉസ്താദ് ആരെയെന്ന് ചോദിച്ചാൽ പറഞ്ഞു അത് ഈ പാലത്തിൻ്റെ അപ്പുറത്ത് വന്നിരുന്ന ആളായിരുന്നു പറഞ്ഞു. പാലത്തിൻ്റെ അപ്പുറത്തുനിന്ന് ഏതെല്ലാം മനുഷ്യൻ, ഈ പാലമല്ല കേട്ടോ, ആ ചോദിച്ചു കൊടുത്ത പാലം, പാലത്തിൻ്റെ അപ്പുറത്തുനിന്ന് വന്നിരുന്ന ഒരാളാണ് പറഞ്ഞു. എന്ത് ചെയ്യാനപ്പം അങ്ങനെ. കണ്ണടച്ച ആളായിരുന്നു പറഞ്ഞു വേറൊരാൾ, താടിയുള്ള ഒരാളായിരുന്നു പറഞ്ഞു. താടി ഏതെല്ലാം മനുഷ്യന്മാർക്ക് ഉണ്ടാവും. അത്രയൊക്കെ മതിയോ സംഗതി? എന്തായാലും ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു 4000 ഗുരുനാഥന്മാർ അവരടുത്തൊക്കെ പോയിട്ട് ഇൽമ പഠിച്ചു. ഉമ്മാൻ്റെ ദുആയാണ് ശരിക്ക്. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഇമാമുനാ ശാഫഈ റളിയല്ലാഹു അൻഹുവിൻ്റെ വാപ്പ മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫഈ എന്നാണ് മഹാനവറുകളുടെ പേര്. വാപ്പാൻ്റെ പേര് ഇദ്രീസാണ്. ചെറുപ്പത്തിൽ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇമാം ഷാഫഈ റളിയല്ലാഹു അൻഹുവിൻ്റെ പിന്നിലെ രഹസ്യം മഹാനവറുകളുടെ ഉമ്മയാണെന്ന് മഹാനവറുകൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. 7ാം വയസ്സിൽ ഖുർആൻ കാണാതെ പഠിച്ചു. 9ാമത്തെ വയസ്സിൽ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ മുവത്ത എന്ന ഹദീസിൻ്റെ കിതാബ് കാണാതെ പഠിച്ചു. 11ാമത്തെ വയസ്സിൽ ദർസ് നടത്താനും ഫത്വ കൊടുക്കാനും തുടങ്ങി. 11ാമത്തെ വയസ്സ് പറഞ്ഞാൽ നമ്മളെ കുട്ടികൾ 6ാം ക്ലാസ്സിൽ മദ്രസയിലാണ് കേട്ടോ. അങ്ങനെ പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. ആ സമയത്ത് ദർസ് നടത്താനും ഫത്വ കൊടുക്കാനും തുടങ്ങിയിട്ടുണ്ട്. മഹാനായ സയ്യിദുനാ ഇമാമുനാ ശാഫഈ റളിയല്ലാഹു അൻഹു മഹാനവറുകളോട് തൻ്റെ ശിഷ്യനായ ഇമാം മുസ്നി ഒരിക്കൽ ചോദിച്ചു, നിങ്ങളുടെ ബുദ്ധിയുടെ രഹസ്യം എന്താണെന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, എൻ്റെ ബുദ്ധിയുടെ രഹസ്യം എൻ്റെ ഉമ്മയാണ് പറഞ്ഞു. എൻ്റെ ബുദ്ധിയുടെ രഹസ്യം എൻ്റെ ഉമ്മയാണ് എന്ന് പറഞ്ഞു.
അതെന്താന്ന് ചോദിച്ചോ പറഞ്ഞു, എൻ്റെ ഉമ്മ ഒരിക്കൽ പോലും എനിക്ക് ഒളു ചെയ്യാതെ മുല തന്നിട്ടുണ്ടായിരുന്നില്ല എന്നതാണ് എൻ്റെ ബുദ്ധിയുടെ രഹസ്യമെന്ന് സയ്യിദുനാ മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫഈ റളിയല്ലാഹു അൻഹു 7-ാം വയസ്സിൽ ഖുർആൻ കാണാൻ പഠിച്ചു. 7-ാം വയസ്സിൽ ഖുർആൻ കാണാൻ പഠിച്ച ഒരാളുണ്ട് കേട്ടോ. 7-ാം വയസ്സിൽ ഖുർആൻ കാണാതെ പഠിച്ച ഒരാൾ ഇപ്പം അടുത്ത കാലത്ത് കഴിഞ്ഞു പോയി. കഴിഞ്ഞ മാസം ദുൽഹിജ്ജ 25-നായിരുന്നു ആ മനുഷ്യൻ്റെ ആണ്ട്. മഹാനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് രൂപം നൽകിയ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്ന് പറയുന്ന ആൾ 7-ാം വയസ്സിൽ ഖുർആൻ കാണാതെ പഠിച്ചു. മലയാളം, ഇംഗ്ലീഷ്, ഫാരിസി, ഉറുദു, അറബി, തമിഴ് 6 ഭാഷകൾ എഴുതാനും വായിക്കാനും സംസാരിക്കാനും കഴിയുന്ന ആളായിരുന്നു പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്ന് പറയുന്ന ആൾ. എത്ര വയസ്സ് വരെ ആകെ ജീവിച്ചെന്ന് നിങ്ങൾ? 56-ാമത്തെ വയസ്സിൽ രോഗിയായി 59-ാമത്തെ വയസ്സിൽ മരണപ്പെടുകയും ചെയ്തു. 56 വയസ്സിന് ശേഷം പിന്നെ പുറത്തിറങ്ങിയിട്ടില്ല. പൊതുജീവിതം എന്ന് പറഞ്ഞതും കുട്ടിക്കാലം എന്ന് പറഞ്ഞതും ഒക്കെ കൂടി ആകെ 56 കൊല്ലമേ ഉള്ളൂ. ഞമ്മക്കുണ്ടാവുമല്ലോ അത്യാവശ്യം വയസ്സൊക്കെ. എന്തിപ്പോൾ ഉണ്ടായി എന്നൊന്ന് ആലോചിച്ച് നോക്കിയാൽ കിട്ടും. അല്ല, അത്യാവശ്യമായിട്ടുണ്ടല്ലോ. എന്തിപ്പോൾ ഈ കാലം കൊണ്ടുണ്ടായി എന്നാലോചിച്ച് നോക്കിയാൽ കിട്ടും. പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ ആരാണ് എന്ന്. SKSF സംഘാടകർ, സമസ്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാർത്ഥി സംഘടനയാണ് SKSF. കുട്ടികളൊക്കെ അതിൻ്റെ ഭാഗമാക്കണം. എന്താ വെച്ചാൽ ഒരു നന്മയുടെ കൂട്ടായ്മയിൽ ഉണ്ടായില്ലെങ്കിൽ തിന്മയുടെ കൂട്ടായ്മയിലേക്ക് പോകും. കുട്ടികൾക്കൊരു കൂട്ടായ്മ വേണം, അല്ലെങ്കിൽ കേടരും. അൽ മർഉ അലാ ദീനി ഖലീലിഹി ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനുഷ്യൻ അവൻ്റെ കൂട്ടുകാരൻ്റെ മാർഗത്തിലായിരിക്കുമെന്ന് മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനുഷ്യൻ അവൻ്റെ കൂട്ടുകാരൻ്റെ മതത്തിൻ്റെ മേലായിരിക്കും. അൽ മർഉ അലാ ദീനി ഖലീലിഹി, മനുഷ്യൻ അവൻ്റെ കൂട്ടുകാരൻ്റെ മതത്തിൻ്റെ മേലിലായിരിക്കും. പെൺകുട്ടിക്കൊരു കല്യാണാലോചന വന്നു. അപ്പം നമ്മളൊന്ന് അന്വേഷിക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ അസർ നിസ്കാരത്തിന് പോലെ പെരൻ്റെ അടുത്തുള്ള ആ നിസ്കാരപ്പള്ളിയിൽ പോയി. നിസ്കാരപ്പള്ളിയിൽ പോയി അസർ നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ അടുത്തൊരു പീടിയുണ്ടല്ലോ, ഒരു ചായപ്പീടിയാണ്. അവിടേക്ക് ചായ കുടിക്കാൻ വേണ്ടി കയറി. അങ്ങനെ കാൽ ചായയൊക്കെ പറഞ്ഞൊരു നെയ്യപ്പൊക്കെ തിന്നിരിക്കണതിൻ്റെ ഇടയിൽ അവിടെ ചായ കുടിച്ചിരിക്കുന്ന ആൾക്കാരോട് ചോദിക്കും, നമ്മളാ സുലൈമാനാജിയുടെ മൂത്ത ചെറുക്കനെ പറ്റിയിട്ട് എന്താ അഭിപ്രായം എന്ന്. അങ്ങനെയുള്ളപ്പോൾ ഈ കല്യാണം ആലോചിക്കുക. അതിൽ പറയും, ചെറുക്കനൊന്നും കുഴപ്പമില്ല, ഓൻ്റെ കൂട്ടുകെട്ടൊക്കെ മോശമാണ് എന്ന് പറഞ്ഞാൽ മനസ്സിലായി. എന്ത്? ആ വൈക്ക് ഇഞ്ഞ് പോണ്ട. എന്താ സംഭവം? അൽ മർഉ അലാ ദീനി ഖലീലി എന്നുള്ള ഹദീസാണ്. മനുഷ്യൻ അവൻ്റെ കൂട്ടുകാരൻ്റെ മതത്തിൻ്റെ മേൽ ആയിരിക്കും. അതുകൊണ്ട് നല്ല കൂട്ടുകെട്ടിലേക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കണം കുട്ടികളെ, അല്ലെങ്കിൽ ഒരിക്കലും നേരാവില്ല. അതിനേറ്റവും പറ്റിയതാണ് SKSF. സാന്ദർഭികമായി പറയാണ്, സംഘാടകർ SKSF ആയതുകൊണ്ട് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരെ പറഞ്ഞതുകൊണ്ടും 7-ാം വയസ്സിൽ ഖുർആൻ പഠിച്ചാൽ. എന്നാലോ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ വാപ്പ കർഷകനാണ്. വാപ്പ വലിയൊരൊന്നും ആഫിദൊന്നല്ല. പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ പിതാവ് കർഷകനാണ്. പക്ഷെ അവരുടെ പാരമ്പര്യം പണ്ഡിതന്മാരുടെ പാരമ്പര്യമാണ്. കേരളത്തിലേക്ക് ദീനീ പ്രബോധനത്തിന് വന്ന മാലിക് ബിൻ ഹബീബ് റളിയല്ലാഹു അൻഹുവിൻ്റെ സന്താന പരമ്പരയിൽപ്പെട്ട ആളാണ്. ആ പാരമ്പര്യത്തിൻ്റെ ഗുണമുണ്ടായി എന്നത് വാപ്പ കർഷകനാണ്. കൂട്ടത്തിൽ പറഞ്ഞതാണ്. അപ്പോൾ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിൻ്റെ പിന്നിലെ രഹസ്യം ഉമ്മയാണ്. ബഹുമാനപ്പെട്ട ഗൗസുൽ ആദം സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെ പിതാവ് ചെറുപ്പത്തിൽ മരണപ്പെട്ടു. ഉമ്മയാണ് നോക്കിയത്. കളവ് പറയല്ല എന്നൊമ്മ ചൊന്നാരെ, കള്ളൻ്റെ കയ്യിൽ പൊന്ന് കൊടുത്തോവർ. മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹുവിൻ്റെ പിന്നിലെ രഹസ്യം മഹാനവറുകളുടെ ഉമ്മയാണ്. സയ്യിദ്നാ അഹ്മദ് അൽ കബീർ റിഫായി റളിയല്ലാഹുവിൻ്റെ പിന്നിലെ രഹസ്യം ഉമ്മയാണ്. ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫത്തുൻ നുഅ്മാനി റളിയല്ലാഹുവിൻ്റെ പിന്നിലെ രഹസ്യം ഉമ്മയാണ്. ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹുവിൻ്റെ പിതാവ് ഫറൂഖ് എന്ന പേരായ ആള് മാലിക് ഇമാമിൻ്റെ ചെറുപ്പത്തിൽ നാട് വിട്ടുപോയതായിരുന്നു. ഇമാം മാലിക് റളിയല്ലാഹുവിനെ ഉമ്മയാണ് നോക്കിയിട്ടുള്ളത്. മനുഷ്യൻ്റെ വിജയത്തിന് പിന്നിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഉമ്മയാണ്. അതാണ് സംസമിൻ്റെ പിന്നിലെയും രഹസ്യം.
ഹാജറിനെ പോലെ ആയവനാകുന്നു മുഹാജിർ. എന്താണ് ഹാജർ? തൻ്റെ മകനെ അള്ളാഹുവിലേക്ക് ഏൽപ്പിച്ചു. കുട്ടികൾ വിജയിക്കുക എന്ന് പറഞ്ഞാൽ എത്രത്തോളം കുട്ടികളെ അള്ളാഹ്ക്ക് ഏൽപ്പിച്ചിട്ടുണ്ട് എന്നതിനനുസരിച്ചാണ് വിജയിക്കുക. മക്കളുടെ വിജയം തവക്കുലിൻ്റെ വിജയമാണ്. ഹബീബിങ്ങളെ, നിങ്ങളിത് മനസ്സിലാക്കണേ. എത്ര വെച്ചിട്ട് നമുക്ക് കുട്ടികളെ നോക്കാൻ പറ്റുക? അതിനൊരു പരിധിയുണ്ട്. നമ്മളൊക്കെ മക്കളുള്ളവരാണ്. എനിക്കുണ്ട്, നിങ്ങൾക്കുണ്ട്, എല്ലാവർക്കും ഉണ്ട്. അതിനൊരുപാട് പരിമിതികളുണ്ട്. അള്ളാഹുവിനെ ഏൽപ്പിക്കുന്നതിന് ഒരു പരിമിതിയില്ല. പക്ഷെ നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. ഇല്ല. നമ്മളെ ജാരം നമ്മൾ നോക്കിയാൽ ആവുന്നതാണ്. ആകൂലെന്ന് മനസ്സിലാവണം. അള്ളാഹുവിനെ ഏൽപ്പിക്കാൻ തയ്യാറാവുക എന്നതാണ് മക്കളിലെ വിജയം. തവക്കുലിൻ്റെ വിജയമാണ്. തവക്കുൽ ഉള്ളവരാണ് വിജയിച്ചത്. അതിൻ്റെ ഉദാഹരണമാണ് സയ്യിദുനാ ഇസ്മായിൽ അലൈഹിസ്സലാം. അവിടെയാണ് ഇബ്രാഹിം നബിനെ പറയേണ്ടത്. വാപ്പാനെ പറയേണ്ടത് അവിടെയാണ്. എന്താ സംഭവം? ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ അറുക്കാൻ വേണ്ടി കൊണ്ടുപോയി. എല്ലാവർക്കും അറിയും, അറുക്കാൻ വേണ്ടി കൊണ്ടുപോയി. അങ്ങനെ ഒരു പാറക്കല്ലിൻ്റെ അടുത്തെത്തിയിട്ട് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇബ്നു ദബീഹൈൻ എന്നൊരു പേരുണ്ട്. 2 അറുക്കപ്പെട്ട ആളുടെ മകൻ എന്നാണ് അതിൻ്റെ അർത്ഥം. നബി തങ്ങൾക്ക് 99 പേരുകളുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു പേരാണ് ഇബ്നു ദബീഹൈൻ, 2 അറുക്കപ്പെട്ട ആളുടെ മകൻ. അതിൽ ഒരാൾ ഇസ്മായിൽ നബിയാണ് അലൈഹിസ്സലാം. രണ്ടാമത്തെ ആളെ ഞാൻ പിന്നെ പറയാം. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഇസ്മായിൽ അലൈഹിസ്സലാമിനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കൊണ്ടുപോയിട്ട് ഒരു പാറക്കല്ലിൻ്റെ അടുത്തെത്തിയിട്ട് ഇങ്ങനെ കിടത്തിയിട്ട് മോനോട് പറയാണ്, യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബൗക ഫൻദുർ മാദാ തറാ. കുഞ്ഞി മോനെ, നിന്നെ അറുക്കണമെന്ന് അള്ളാഹു എനിക്ക് സ്വപ്നത്തിൽ വഹയി നൽകിയിട്ടുണ്ട്. എന്താണ് നിന്റെ അഭിപ്രായം മോനെ എന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, യാ അബതിഫ് അൽ മാ തുമർ. ഉപ്പ, നിങ്ങളോട് അള്ളാഹുവിൻ്റെ കൽപ്പന എന്താണോ അത് നിങ്ങൾ നിർവഹിക്കണം. സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ.